ഗായ്സ്, വെൽക്കം ബാക്ക് ടു നിനീസ് ടെയിൽസ്. അപ്പോൾ ഇന്ന് നമ്മുടെ ദീപയുടെ കല്യാണമാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ അവളുടെ എൻഗേജ്മെൻറ്റ് വ്ളോഗ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം ഒരു 1 year ആയിട്ടുണ്ട്. അപ്പോൾ അതേ സെയിം ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഭദ്ര ഓഡിറ്റോറിയത്തിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അവളുടെ കല്യാണമാണ്. അപ്പോൾ ഞാനും അമീഷയും ഷെക്കിയും ഒക്കെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഹരീപ്പെത്തും. പിന്നെ അവൾ ഓൾറെഡി സെറ്റായിട്ട് നിൽപ്പുണ്ട്. നമുക്ക് വീഡിയോസൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മുടെ ദീപേനെ എല്ലാവരും വിഷ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ദീപ്സ്. ഇതേ സാരിയൊക്കെ കൊടുത്ത് കല്യാണ പെണ്ണായിട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അതേ ഫാമിലിയുമായിട്ടുള്ള പിക്ചേഴ്സൊക്കെ എടുക്കുമായിരുന്നു. പിന്നെ അതേ ഞങ്ങളെല്ലാവരും റെഡി ആയിട്ട് വന്നു. പിന്നെ അതേ ഞങ്ങളുമായിട്ടുള്ള ഫോട്ടോയൊക്കെ എടുത്ത കേട്ടോ. അവൾക്കാണെങ്കിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഫേസ് കണ്ടാൽ തന്നെ മനസ്സിലാവും ആൾ ടെൻഷൻ അടിച്ച് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നേ. പിന്നെ അതേ നമ്മുടെ ദീപ്സിൻ്റെ മാരേജിന് വർണ്ണക്കും സഫാനക്കും വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അവർ ആ സമയത്ത് നന്നായിട്ട് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. ഫൈനലി ഇതേ ദീപ്സ് കാത്തിരുന്ന് ചെറുക്കൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മൾ ഓൾറെഡി ദീപ്സിൻ്റെ എൻഗേജ്മെൻറ്റ് വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടു നോക്കണേ. അപ്പോൾ അത് അങ്ങനെ ഫൈനലി കല്യാണം നടക്കാൻ പോവുകയാണ് ഗൈസ്. അങ്ങനെ ഫൈനലി ദീപ്സിൻ്റെ മാരേജ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അച്ഛൻ്റെ കൈ പിടിച്ച് ആദർശിനെ ഏൽപ്പിച്ചു. അവരിതേ വലം വെക്കുന്നു. അപ്പോൾ അങ്ങനെ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് മാരേജ് അവിടെ കഴിഞ്ഞിരിക്കുകയാണ്.
അങ്ങനെ ഞങ്ങൾ ഹാപ്പി മാരീഡ് ലൈഫൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഹരിയും അമീഷും കൂടി ഉച്ചക്ക് സദ്യക്ക് എന്താ കറിയെന്നാണ് കേട്ടോ ഗഹനമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുവനന്തപുരത്തെ സദ്യ അറിയാമല്ലോ, നല്ല കിടക്കാച്ചി സദ്യയാണ് കേട്ടോ. ഒത്തിരി കറികളുണ്ട്. പിന്നെ അവർ വിളമ്പുന്നതൊക്കെ നല്ലൊരു അടിപൊളി സ്റ്റൈലിലാണ് കേട്ടോ വിളമ്പുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. നല്ല പായസം ഉണ്ടായിരുന്നു, 3 കൂട്ടം പായസം ഉണ്ടായിരുന്നേ. അടപ്രഥമൻ, പിന്നെ ശർക്കര പായസം, പിന്നെ നമ്മുടെ സേമിയ, 3 കൂട്ടം പായസം ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സദ്യയായിരുന്നേ. അങ്ങനെ ഇതാണ് കേട്ടോ 2ാമത്തെ പായസം. പിന്നെ 3ാമത്തത് നമ്മുടെ സേമിയേൻ്റെ കൂടെ ബോളി ഉണ്ടായിരുന്നു കേട്ടോ. ട്രിവാൻഡ്രംകാരുടെ മെയിൻ സ്പെഷ്യലാണ് കേട്ടോ ബോളിയും പായസം. അപ്പോൾ ബോളിയും പായസം കൂട്ടി കഴിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ കഴിച്ചു നോക്കണം കേട്ടോ, അടിപൊളിയാണ്. പിന്നെ ഹരിയുടെ കഴിപ്പ് കണ്ടിട്ട് എനിക്ക് അപ്പുറത്തെ ഇലയിൽ നിന്ന് എടുത്ത് കഴിക്കുമോ എന്നൊരു പേടി തോന്നിപ്പോയിട്ട് ആ സമയത്ത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് സൈഡിലുണ്ടായിരുന്ന ആ ക്ഷേത്രത്തിൻ്റെ അവിടെയായിട്ട് സൈഡിലുണ്ടായിരുന്ന ഒരു സ്ഥലത്ത് വന്നിട്ട് ഞങ്ങളിങ്ങനെ റെസ്റ്റ് എടുക്കുവാണ് കേട്ടോ. എല്ലാവരും വയറൊക്കെ നിറഞ്ഞ് എല്ലാവരും ഇങ്ങനെ ഫോണിലൊക്കെ നോക്കി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുമായിരുന്നേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഓരോ ഇതളുകളായിട്ട് ഇപ്പോൾ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുവാണ്. സാരമില്ല, അതിൻ്റെ ഇടയ്ക്ക് അവൾ സെക്കൻഡ് സാരി ഉടുത്തിട്ട് മാറ്റി വന്നു കേട്ടോ. അത് അടുത്ത ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പക്ഷേ അതെനിക്ക് ഫുള്ള് എടുക്കാൻ പറ്റിയില്ല, കാരണം അവർ നല്ല ബിസി ആയതുകൊണ്ട് വേഗം ഓടിപ്പോയി ഷൂട്ട് ചെയ്തിട്ട് പോകുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മുടെ കല്യാണത്തിൻ്റെ ഏകദേശം അവസാന ഘട്ടത്തിലോട്ട്, കല്യാണം കഴിഞ്ഞു, അപ്പോൾ അവർ പോകാൻ വേണ്ടിയിട്ട് ദീപ 3rd സാരി ഉടുത്തു, ഒരു നീല സാരിയൊക്കെ കൊടുത്ത് സെറ്റായിട്ട് ലാസ്റ്റ് ഇറങ്ങുവാണ്. ഈ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു വിഷമം പിടിച്ച സമയമാണ് കേട്ടോ, പ്രത്യേകിച്ച് പെൺവീട്ടുകാർക്ക്. അപ്പോൾ ഞങ്ങൾക്കാണെങ്കിലും ആ ഒരു വിഷമം, അവൾ ആ കല്യാണം കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഒരു ഹാപ്പി മൊമെൻ്റ് ആണെങ്കിലും ആ ഒരു സമയത്ത് എല്ലാവരുടെയും കണ്ണിൽ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കണ്ണിങ്ങനെ നിറഞ്ഞു വരുന്നൊരു മൊമെൻ്റാണ് കേട്ടോ. ആ ഒരു മൊമെൻറ്റ് എല്ലാവർക്കും പെട്ടെന്ന് അങ്ങനെ മറക്കാൻ പറ്റത്തില്ല. അങ്ങനെ ദീപ്സ് ഇറങ്ങി കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. അവളും കരഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സമയത്ത് ഞങ്ങളുടെ കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ എന്തായാലും ഉറപ്പായിട്ടും കരഞ്ഞ് കുളവാക്കിയേനെ. അങ്ങനെ ഫൈനലി അവൾ കാറിൽ കയറിയത് ആദർശിൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഹാപ്പി മാരീഡ് ലൈഫ് ഡിയർ. അങ്ങനെ ദീപ്സിൻ്റെ മാരേജ് ഫംഗ്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൺസ് അഗെയിൻ ഹാപ്പി മാരീഡ് ലൈഫ് ഡിയേഴ്സ്. 2 പേർക്കും എല്ലാ ബ്ലെസ്സിങ്സും ഉണ്ടാവട്ടെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ സന്ധിക്കും വരേക്കും വണക്കം.